ഇത് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. എനിക്ക് 2 നൈറ്റും, പിന്നെ ഒരു നൈറ്റ് ഓഫും, പിന്നെ അടുത്ത ഒരു നൈറ്റും അങ്ങനെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുടിക്കാനുള്ള വെള്ളവും ചോറും കൂടെ ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചു. അടുത്ത 2 ബർണറിലായിട്ട് മെഴുക്കുവരട്ടിയും തോരനും കൂടെ വെച്ചു. അപ്പോൾ പിങ്കി എനിക്ക് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് തരുവാണ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇതെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതൊന്നും ചെയ്യോ ഡീഫ്രോസ്റ്റോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചപ്പാത്തിക്കോല് കൊണ്ട് 2 അടി അടിച്ചിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെന്ത് വന്നോളും. നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇരിക്കുകയുള്ളൂ ഫ്രോസൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാലും കേട്ടോ. അപ്പം വെള്ളമെല്ലാം മാറ്റി ഈ ചോറും മാറ്റി അതിൻ്റെ അകത്തിലോട്ട് അടുത്ത സാമ്പാറും അപ്പത്തിനുള്ള സ്റ്റൂവും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിനിടെ കുക്ക് ചെയ്തേക്കുന്നതെല്ലാം ഞാൻ ഒന്ന് പകർന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. തണുത്ത് കഴിയുമ്പോൾ അതേപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. വെണ്ടയ്ക്കയും കൂടി ഒന്ന് മെഴുക്ക് പുരട്ടി അത് ഇന്നത്തേക്കാണ്. അപ്പം ഞാൻ 3 ദിവസത്തേക്കാണ് ഫുഡ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ വൃത്തിയാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക എല്ലാം ആയിട്ടുണ്ട്. അതിനെയും കൂടെ വെച്ചു. സ്റ്റൂവിന് എല്ലാം ഒന്ന് ചേർത്ത് അതിനെയും കൂടി ഒന്ന് പകർന്ന് വെച്ചു. അപ്പം രാവിലെ എനിക്ക് അപ്പം ഉണ്ടാക്കണ്ട. പ്രതീക്ഷേട്ടൻ അപ്പം ഉണ്ടാക്കിക്കോളും. കറി മാത്രം ഞാനൊന്ന് ഉണ്ടാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ സാമ്പാറിന് വെണ്ടയ്ക്കയെല്ലാം ഫ്രൈ ചെയ്തു. അതും എല്ലാം ഒന്ന് താളിച്ച് വെച്ചു. ഇതിൻ്റെ ഇടയിൽ ചിക്കനുള്ള കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള റാപ്പിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തും വഴറ്റിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. ചിക്കൻ ലാസ്റ്റായിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അപ്പത്തിൻ്റെ മാവും അരച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് 3 ദിവസത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഡ്യൂട്ടി ഡേയിൽ ഇനി കുക്കിംഗ് ഇല്ല, റിലാക്സ്ഡ് ആയിട്ട് ജോലിക്ക്